ഗൈസ്, ഞാനിപ്പോൾ അമ്മ വീട്ടിലാണ്. അപ്പോൾ അമ്മ വീട്ടിൽ എൻ്റെ ഒരു കസിൻ അനിയത്തിയുണ്ട്. നമുക്ക് അവളെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ഗേൾസ്, ഹന്നയാട്ടോ. എൻ്റെ പേര് ഹന്ന എന്നാണ്. ഇതെൻ്റെ സ്വന്തം ചേച്ചി അൽവീന. ഓക്കെ, അപ്പോൾ ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് കഴിഞ്ഞ വർഷം അറിഞ്ഞേ. എന്നിട്ട് ഞങ്ങൾ അന്ന് ചേച്ചിയുടെ വീട്ടിൽ അവധിക്ക് പോയപ്പോൾ ചേച്ചിയും ഞാനും ഒക്കെ തമ്മിൽ റീൽസൊക്കെ ഇട്ടിട്ടുള്ള അതൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്. അന്നേരം ഞാൻ കണ്ണാടിയൊന്നും വെച്ചിട്ടില്ല. അന്നേരം ഞാനിങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് പ്രായം ചെന്ന് പോയത്. ചേച്ചി കമ്പിയിട്ട് പ്രായമായി. ഓക്കെ, ചേച്ചി ഇതാണ് പറഞ്ഞു. ഇനി നമുക്ക് ഈ വീടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഹന്ന നമ്മളോട് പങ്കുവയ്ക്കും. ഗായ്സ്, ഞാൻ എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം പറയാം, ഈ ചേച്ചിക്ക് ഈ വീടിനെ പറ്റി എല്ലാം അറിയാം. എന്നിട്ട് ഈ ചേച്ചി പറയാത്തതാണ് ഉള്ള കാര്യം പറയാം. ചേച്ചി പറഞ്ഞു കൊടുക്കുക, ചേച്ചിയുടെ അമ്മ വീടാണ്. ഇവിടെ നല്ല രസമാണ്. ഈ വീട്ടിൽ ഇൻ്റർലോക്കൊക്കെ ഇവിടെയൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചതൊക്കെ ഹന്നയാണ്. ഗായ്സ്, ഞാൻ പുല്ല് വട്ടായിട്ടല്ല, ഇത് മറ്റേ നമ്മൾ ഗാർഡനിലൊക്കെ കാണുന്ന പുല്ലില്ല, ആ പുല്ല് ഞാൻ നട്ടു വെച്ചതാണ്. ഇത് അല്ലാത്ത പുല്ലല്ല, ഇത് ഒറിജിനൽ പുല്ല. ഇനി നമുക്ക് ഹന്ന വളർത്തുന്ന താറാവിനെയും കോഴീനെയും പരിചയപ്പെടാം. ഇത് ഹന്ന തന്നെയാണ് തീറ്റ കൊടുത്ത് വളർത്തുന്നത്. എന്നെ റോസാപ്പൂ കാണുന്നു ഗൈസ്. അതിനകത്ത് റോസാപ്പൂ തന്നെ ഉണ്ടോയെന്ന് സംശയം. ഒരു റോസാപ്പൂ ഉണ്ട്, 2 3 ഉണ്ട്. എവിടെ? അതെ, അവിടെ ഉണ്ട്. 3 ഉണ്ട് ഗൈസ്, 3 ഉണ്ട്. താറാവുകൾ ഓടുന്നു. ഇതാണ് ഹന്നയുടെ താറാവുകൾ. ഹന്ന വളർത്തുന്ന താറാവും കോഴിയുമാണ് ഇതെല്ലാം. ഞാൻ ചേച്ചീനെ നമുക്ക് അടുക്കള വശത്തൊക്കെ പോവാം. നമുക്ക് ഈ വീടിൻ്റെ ഇങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ ഭയങ്കര മനോഹരമാണ്. നല്ല ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ നല്ല ഒരു വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ പുറകിൽ കാണുന്നത്. അങ്ങോട്ട് തിരികെ കാണാം. ലൈറ്റൊക്കെ ഇപ്പോഴും ഇട്ടിരിക്കുകയാണ്. നല്ല വ്യൂവിന് ഞാൻ വഴി കാണിച്ചത്. ഞാൻ ചേച്ചിയും കൂടെ ഞങ്ങളുടെ ഭയങ്കര ഇറക്കവും കയറ്റവും ഉറക്കമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും. ഇവിടെ ഫുള്ള് ഹന്നയുടെ കൃഷി സ്ഥലങ്ങളാണ്. ഇത് ഫുള്ള് കാണുന്നത്. ചുമ്മാ ഗൈസ്, തള്ളി വീടുവാ. ഹന്ന നട്ടു വെച്ച എന്താ ഗായ്സ്, ചുമ്മാ തള്ളി വീടുവാണ്. ഇത് എൻ്റെ അച്ചാച്ചൻ വെച്ചതാണ്. ചേച്ചി ഒരു തള്ളുവണ്ടി നമുക്ക് മേടിച്ചു കൊടുക്കാം. എന്നിട്ട് ഏത് സമയം നമുക്ക് തള്ളിപ്പിക്കാം. ഇന്ന് ചേച്ചി പിടിച്ചോ. ഓക്കെ, നമുക്കിനി ഹന്നയുടെ തോട്ടം കാണാം. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ എല്ലാം അന്നയുടെ വീടിൻ്റെ അടുത്തുള്ള തോട്ടം കാണാം. ഇത് ഞങ്ങളുടെ പറമ്പ്. അന്നയുടെ പറമ്പ് കാണാം. അന്നയുടെ അല്ല, മാത്തുക്കുട്ടിയങ്ങളുടെ പറമ്പ് കാണാം. ഇതാണ് അവരുടെ പറമ്പ്. നമ്മളിതാ ഇറങ്ങി അങ്ങ് പോവാണ്. ഇവിടെ ഫുള്ള് കൈതച്ചക്കയുണ്ട്. അവിടെയാണ് എൻ്റെ വീട്. ഇത് എൻ്റെ വീടിൻ്റെ പരിസരങ്ങളാണ്. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളതിൻ്റെ പാമ്പാണ്. അവിടെ കാപ്പിക്കൂരുണ്ട്. അപ്പം ഭയങ്കര രസമാണ്. അപ്പോൾ ചേച്ചി എന്നോട് കുറേ നേരമായിട്ട് പറയാം, എടി നീ റീൽസ് ചെയ്യാം നമുക്ക്, എന്നിട്ട് നീ ഡാൻസ് കളിക്കാം, നമുക്ക് കുറേ വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി കളിച്ചോ. നീ കളിക്കണം, നീ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് ഡാൻസ് കളിക്കണം, അല്ല നീ കളിക്കണമെന്ന് പറഞ്ഞു. കാരണം കളിക്കാം, നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയും ഞാനും ഒരു ഡാൻസ് കളിക്കും. സോറി, അവൾക്ക് തെറ്റിപ്പോയി. ഹന്നയുടെ ഒരു അടിപൊളി ഡാൻസ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹന്ന, ുണ്ടല്ലേ അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടരു മേഘച്ചേലല്ലേ മരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയം അഴകല്ലേ എന്നച്ചോടല്ലേ. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ചേച്ചിയുടെ അമ്മയുടെ. ഇതാണ് ചേച്ചിക്ക് അമ്മ വീടും അച്ഛൻ വീടും അല്ല, എല്ലാം സ്വന്തം വീട് പോലെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ്. അതുമല്ല, ഇതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും എപ്പോഴും ചേച്ചിയാണ് പറഞ്ഞത്, എന്നാലും ഞാൻ പറയാം.
ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, എല്ലാം ചെയ്യണം. ഒരു ബെൽ ബട്ടനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കും. ടാറ്റാ, ബൈ ബൈ. ഹലോ, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. യോ